കനത്ത മഴയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഒറ്റ ദിവസം കൊണ്ട് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ 4 അടിയും മുല്ലപ്പെരിയാറിൽ 2 അടിയും വെള്ളമാണ് ഇന്നലെ മാത്രം കൂടിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഔദ്യോഗിക അറിയിപ്പെങ്കിലും പശ്ചിമഘട്ടത്തെക്കുറിച്ച് നേരത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന്റെ ദുരന്തഫലം വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വിദഗ്ധർ പലരും പറഞ്ഞ മുന്നറിയിപ്പുകൾ മറന്നുകൊണ്ട് നമുക്കെങ്ങനെയാണ് ശാന്തരായിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ആശങ്കപ്പെടാതിരിക്കാനാകുക? വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ച ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം ഈ 2ാം ദിവസവും നമുക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നോർക്കണം. ഒരു ഗ്രാമമാകെയാണ് ഒലിച്ചുപോയത്. 100ഓളം വീടുകളും 200ഓളം മനുഷ്യരും ഇല്ലാതായി. മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകട ഭീതി ഉണർത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. പക്ഷേ ഉത്തരവാദപ്പെട്ടവർ കണ്ണടയ്ക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കില്ലേ എന്ന് എല്ലാ ഈശ്വരന്മാരെയും ശതകോടി വട്ടം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ കേരളത്തിന്റെ പാതിയായിരിക്കും ഇല്ലാതാകുക. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനായിരിക്കും പൊലിയുക. 2361 അടിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. ഇത് മുൻ വർഷത്തേക്കാൾ 30 അടി കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2331 അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയുള്ള കണക്കുകൾ പ്രകാരം 130.25 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. തിങ്കളാഴ്ച 128.15 അടിയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയം അണക്കെട്ടിൽ 123.35 അടി മാത്രമായിരുന്നു ജലനിരപ്പ്. ഇന്ത്യയിലും ചൈനയിലുമായി 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച 28,000-ലേറെ അണക്കെട്ടുകൾ കാലാവധി പിന്നിട്ട് അപകടാവസ്ഥയിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് മുന്നറിയിപ്പ് നൽകിയിട്ട് 1 വർഷമാകാൻ പോകുന്നു. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് തകർച്ചാ സാധ്യതയിൽ ഏറ്റവും മുന്നിലെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ലിബിയയിലെ വാഡി ഡെർണയിൽ 2 ഡാമുകൾ തകർന്ന് 11,300 പേർ മരണമടഞ്ഞ പശ്ചാത്തലത്തിലാണ് കാലാവധി കഴിഞ്ഞ ഡാമുകൾ ഉയർത്തുന്ന ഭീഷണി വിശദീകരിച്ചുകൊണ്ടുള്ള ആ ലേഖനം. നദീ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർമാരായ ജോഷ് ക്ലം, ഇസബെല്ല വിംഗ്ലർ എന്നിവർ ചേർന്നായിരുന്നു ആ ലേഖനം എഴുതിയിരുന്നത്. കാലപ്പഴക്കം ചെന്ന ഡാമുകൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണികളും നിരീക്ഷണവും ഇല്ലെങ്കിൽ സമാനമായ വൻ ദുരന്തങ്ങൾ ആവർത്തിക്കാമെന്ന് ആ ലേഖനത്തിൽ പറയുന്നു. ഇത്തരം ഡാമുകൾ ഏറ്റവും ഭീഷണി ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ചവയാണ് ഇവിടുത്തെ ഡാമുകൾ. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പഴക്കം 100 വർഷത്തിലധികമാണ്. കൃത്യമായി പറഞ്ഞാൽ 129 വർഷം. 1887 നിർമ്മാണം തുടങ്ങി 1895 ഒക്ടോബർ 10-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ തകരാറുകളുള്ള ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യതാ മേഖലയിലുമാണ്. തകർന്നാൽ 35 ലക്ഷത്തോളം പേരുടെ ജീവനാണ് അപകടത്തിലാകുക. ന്യൂസ് ഡെസ്ക്, കേരള ലൈഫ്.